ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാലടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സദ്യയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് പിങ്ക് കളറ് പാലടയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലടയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യമായിട്ട് അട വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് അടയാണ് എടുത്തേക്കുന്നത്. മട്ടരിയുടെ അടയാണ് എടുത്തേക്കുന്നത്. വേറൊരു പാൻ വെച്ചിട്ട് അതിൽ 1/4 കപ്പ് പഞ്ചസാര ഉരുക്കാൻ വയ്ക്കുക. നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട, പഞ്ചസാര ജസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക. അപ്പോഴാണ് ആ പിങ്ക് കളർ കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ പാല് വേവിക്കുകയാണെങ്കിലും നമുക്ക് ആ പിങ്ക് കളറ് കിട്ടും കേട്ടോ. പാല് നല്ലോണം വെന്ത് ആ ഒരു കളറിലേക്ക് മാറും. നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അട അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അട ഒന്ന് തിള വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൂടിയിടാം. മൂടി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇട്ട് കഴിയുമ്പോഴേക്കും അട വെന്തിട്ടുണ്ടാവും. ഈ കാരമലൈസ് ചെയ്ത് ഇതേപോലെ വരണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് കാരമലൈസ് ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ബേൺ ആയിപ്പോവും. അപ്പോൾ ഒരു കയ്പ്പ് ചൊവ നമ്മുടെ പായസത്തിന് വരും. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അട തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മൂടിയിടാം. നമ്മുടെ കാരമലൈസ് ചെയ്ത് ഇതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കട്ട കുത്തി എന്നൊക്കെ വിചാരിക്കും, പക്ഷേ അങ്ങനെയല്ല. കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി പാലൊഴിക്കുക കേട്ടോ. ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. 250 ml ഇതിൽ 3 കപ്പ്, അതായത് മിൽമയുടെയൊക്കെ പാക്കറ്റ് ആണെങ്കിൽ 1.5 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് ബാക്കിയുള്ള പാലും കൂടി ഒഴിക്കുക. ബാക്കി ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. ഒരു മീഡിയം മധുരമാണ് കേട്ടത്, ഓവർ മധുരമല്ല. ഒരു മീഡിയം മധുരത്തിലുള്ള പായസമാണ് ഞാൻ എടുത്തേക്കുന്നത്. മധുരം വേണ്ടവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയിടാം കേട്ടോ. നമുക്കിത് കുക്കറിലും വെക്കാം. കുക്കറിൽ വെക്കുമ്പോൾ ഈ സെയിം പ്രൊസീജിയർ തന്നെ ഇത്രയും ചെയ്തിട്ട് കുക്കറിൽ വേവിക്കുക. അത് കുക്കർ എന്നിട്ട് പാല് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും കുക്കർ സിമ്മിലേക്ക് ഇട്ടിട്ട് വിസിൽ വയ്ക്കുക. സിമ്മിലിട്ടിട്ട് അടച്ച് മൂടി വയ്ക്കുക. 3/4 മണിക്കൂർ വെക്കണം കുക്കറിൽ നമ്മൾ പാല് വേവിക്കുകയാണെങ്കിൽ. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ പാല് നല്ലോണം നമ്മൾ സദ്യക്കൊക്കെ കിട്ടുന്ന ടൈപ്പ് കുറുകി കിട്ടും. അത് നമുക്ക് ബൾക്കായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇത്തിരി 1 ലിറ്ററിൻ്റെ കണക്കായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. നമ്മുടെ അട വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. നമുക്കിത് ഊറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ കുക്കറിൽ വെച്ച് കഴിയുമ്പോഴേക്കും പാല് വെന്ത് വിസിൽ ഫുള്ള് പോയി കഴിഞ്ഞിട്ട് വേണം തുറക്കാൻ വേണ്ടിയിട്ട്. 3/4 മണിക്കൂർ വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് അതിൻ്റെ വിസിൽ മൊത്തം ആ പ്രഷർ മൊത്തം പോയി കഴിഞ്ഞിട്ട് വേണം തുറക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പാല് തെറിച്ച് പുറത്തോട്ട് വരും കേട്ടോ. തുറന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അടയും കൂടി ചേർത്തിട്ട് പിന്നെ ഒരു കുക്ക് ചെയ്ത് കുറുക്കിയെടുക്കുക. അങ്ങനെയുള്ളൂ നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ. ഈ ടൈമിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അട ചേർത്തിട്ട് ഒരു 20 മിനിറ്റെങ്കിലും സിമ്മിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 ലിറ്റർ പായസം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് അടയും 1.5 കപ്പ് പാലും ഉണ്ടെങ്കിൽ നമുക്ക് 1 ലിറ്റർ പായസം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ പാല് വേവിക്കാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന അട എന്ന് പറയുന്നത് സൂരജ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അടയാണ്. അത് ശരിക്കും അരിയുടെ തന്നെ അടയാട്ടോ. നമ്മൾ മറ്റുള്ള ബ്രാൻഡിൻ്റെ അരിയട എന്ന് പറഞ്ഞാലും അത് മൈദ വെച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കുറുകിപ്പോവും. ഇത് ശരിക്കും അരി വെച്ചിട്ട് ഉണ്ടാക്കുന്ന അട തന്നെയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.